CRM എന്ന് പറയുമ്പം സോളാർ പ്രൊജക്ട് പോർട്ടൽ എന്നാണ് നമ്മളിവിടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡാഷ്ബോർഡിൽ വരുമ്പം നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, എത്ര ലീഡ്സ് ഉണ്ട്, എത്ര പ്രപ്പോസൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര പ്രൊജക്ട്സ് ഓൺ ഗോയിങ് ആണ്, എത്ര പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡാഷ്ബോർഡിൽ കാണാവുന്നത്. പിന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത കോൺടാക്ട്സ്, റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രപ്പോസൽസ്, ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. അതിൽ തന്നെ നമുക്കുള്ള പൈപ്പ് ലൈൻ, ഏതൊക്കെ പ്രൊജക്റ്റ് ഏതൊക്കെ സെക്ഷനിൽ കിടപ്പുണ്ട്, പ്രപ്പോസലാണോ, ഡിസ്കഷനിലാണോ, സോഡിലാണോ എന്നുള്ള സെക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പ്രപ്പോസൽസ് ആണ്. അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത പ്രപ്പോസൽസ് എല്ലാം കാണാൻ പറ്റും. ഒരു പ്രപ്പോസൽ നമ്പർ ഉണ്ടാവും, പിന്നെ പ്രൊജക്ട് സൈസ്, ആർക്കാണ് പ്രപ്പോസ് ചെയ്തേക്കണേ, ഫോൺ നമ്പർ, പിന്നെ കറണ്ട് പ്രൊജക്ട് സ്റ്റാറ്റസും അതും കാണാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് കോണ്ടാക്ട്സ് ആണ്. നമുക്ക് പല രീതിയിൽ കോണ്ടാക്ട്സ് ആഡ് ചെയ്യാം. ലീഡായിട്ടും ആഡ് ചെയ്യാം, കസ്റ്റമറായിട്ടും കോണ്ടാക്ട് ആഡ് ചെയ്യാം. ഓൾ കോണ്ടാക്ട്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ എല്ലാ കോണ്ടാക്ട്സും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അവരുടെ കസ്റ്റമറിനെയും കാണാൻ പറ്റും, ഫോൺ നമ്പർ, ഇമെയിൽ, ആരാണ് ക്രിയേറ്റ് ചെയ്തത്, ക്രിയേറ്റഡ് ഡേറ്റ്, ഇതെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെങ്കിലും ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ലീഡ്സ് കാണാം. അതായത് ലീഡായിട്ട് ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലീഡ് സെക്ഷനിൽ കാണാം. പിന്നെ കസ്റ്റമേഴ്സ്, ഏതൊക്കെയാണ് നമ്മൾ ലീഡ് കൺവേർട്ട് ചെയ്ത് കസ്റ്റമർ ആയിട്ടുണ്ടോ അത് കസ്റ്റമർ സെക്ഷനിൽ കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഞാൻ പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പ്രൊജക്ട് മാനേജ്മെന്റ് എന്നൊരു മൊഡ്യൂളും കൂടെ ഉണ്ട്, അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ടാസ്ക് ആണ്. നമുക്ക് ഇതിൽ തന്നെ ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ടാസ്കിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടാസ്ക് എംപ്ലോയിക്ക് അസൈൻ ചെയ്യാൻ, ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു പ്രീ ഇൻസ്റ്റാൾ സർവേ പോലെ ഒരു പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് ക്രിയേറ്റ് ചെയ്യണത്. ടാസ്ക് എന്നൊരു സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്താൽ നമുക്ക് ടാസ്ക് നെയിം കൊടുക്കാം. അതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത് അത് നമുക്ക് ഫീൽഡ് നെയിമും ഫീൽഡ് ടൈപ്പും കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഫോംസ് ആണ്. ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പം മെറ്റ് KCBയിലോട്ടോ മറ്റ് ഏതെങ്കിലും ഒരു ആർക്കെങ്കിലും ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഈ ഫോം ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതും മൾട്ടിപ്പിൾ ആണ്, ഡൈനാമിക് ആയിട്ടാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ അകത്തും ഫീൽഡ്സും ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഏത് രീതിയിലാണോ നമുക്ക് വേണ്ട ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓൾസോ ഇഷ്ടമുള്ള ടൈപ്പിൽ ആ ഒരു ഫീൽഡ് ടൈപ്പും ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് വർക്ക് ഫ്ലോ ആണ്. ഈ വർക്ക് ഫ്ലോ ആയിരിക്കും നമ്മുടെ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ പാർട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് ആഡ് വർക്ക് ഫ്ലോ ആൻഡ് മൈൽ സ്റ്റോൺ സെക്ഷൻ ഉണ്ട്. അത് ആഡ് ചെയ്താൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നമുക്ക് വർക്ക് ഫ്ലോ നെയിം കൊടുക്കാം. പിന്നെ അതിൽ തന്നെ വരുന്ന മൈൽ സ്റ്റോൺസ് ഡിഫൈൻ ചെയ്യാം. അതായത് ആ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റേജ് വരുമോ, ലൈക്ക് ഇൻസ്റ്റലേഷൻ, ഫീസിബിലിറ്റി സ്റ്റഡി, MNR രജിസ്ട്രേഷൻ, അങ്ങനെ നമുക്ക് ഓരോന്നും ഡിഫൈൻ ചെയ്ത് വെക്കാം. ഓൾസോ ആ ഒരു ഫോംസ്, നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച ഫോംസ് ഇവിടെ ആഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ സോളാർ എന്ന് പറഞ്ഞത് ഓൾറെഡി ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് വെച്ചേക്കുന്നതാണ്. ഇതിലിപ്പം ഫസ്റ്റ് എന്ന് വെച്ചാൽ വെൽക്കം കോളാണ്. അതിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അത് കൊടുക്കേണ്ടത്. കോൾ ഡേറ്റ്, കോൾ സ്റ്റാറ്റസ്, കമൻസ്, ഡ്യൂ ഡേറ്റ്, അസൈനി, ടാസ്ക്, അതുപോലെ തന്നെ ഫീസിബിലിറ്റി ഉണ്ട്. അതിൽ തന്നെ ഫീസിബിലിറ്റി നോട്ട്, സൈറ്റ് ഓവർവ്യൂ, മീറ്റർ റൂം ഫോട്ടോ, പാനൽ ബോർഡ് ഫോട്ടോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഇത് സാമ്പിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. എല്ലാ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, നെക്സ്റ്റ് പ്രപ്പോസൽ ടെംപ്ലേറ്റ്സ് ആണ്. നമുക്കിപ്പോൾ ആദ്യം പ്രപ്പോസൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് കമ്പനിയിൽ എങ്ങനെയാണോ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടാവും, അത് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ടെംപ്ലേറ്റ്സിലോട്ട് ജസ്റ്റ് ആ ഒരു ടെംപ്ലേറ്റ് നെയിം മാത്രം ചൂസ് ചെയ്താൽ മതി. അത് ഓൾറെഡി എല്ലാ ഡാറ്റയും ലോഡ് ആവുന്നതാണ്. ഞാനിപ്പം
ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് നെയിം കൊടുക്കുന്നു. നമുക്ക് എന്തൊക്കെയാണോ വേണ്ട അത് ഡിഫൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ആദ്യത്തെ സെക്ഷൻ വരുന്നത് ജനറൽ ഡീറ്റെയിൽസ് ആണ്. അത് ജസ്റ്റ് ടെംപ്ലേറ്റ് നെയിം, പ്രൊജക്ട് സൈസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് വരുന്നത് പ്രൈസിങ് ആണ്. അതിൻ്റെ അകത്തും ടാക്സ് ഡീറ്റെയിൽസ്, സബ്സിഡി ഡീറ്റെയിൽസ് ഇതെല്ലാം ഉണ്ട്. മാൻഡേറ്ററി അല്ല, കൊടുക്കേണ്ട എന്താണോ നമ്മുടെ ആവശ്യം അതനുസരിച്ച് കൊടുക്കാം. പിന്നെ വരുന്നത് BOM ആണ്. ഇതിനകത്ത് മോഡ്യൂൾസ്, ഇൻവെർട്ടർ, കേബിൾസ്, സ്ട്രക്ചർ, BOS ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസും ഡിഫോൾട്ടായിട്ട് ആസ് പെർ OEM ആയിരിക്കും ലോഡായി വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ ഫൈനലൈസ് ആണ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സിസ്റ്റം കോസ്റ്റും ഇതെല്ലാം ലോഡായി വന്നിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് പേയ്മെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസുമാണ്. ഇത്രയും ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ലോഡാവും. ഇത് എഡിറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഈ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഒരു പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് പ്രപ്പോസൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ആരോ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടെംപ്ലേറ്റ്സ് എല്ലാം അവിടെ കാണാൻ പറ്റും. അവിടുന്ന് ഡയറക്റ്റ് ചൂസ് ചെയ്ത് ആ ഒരു ടെംപ്ലേറ്റ് വെച്ച് എല്ലാം ലോഡായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ജസ്റ്റ് ആ കസ്റ്റമറെ മാത്രം ചൂസ് ചെയ്താൽ മതിയാവും. കസ്റ്റമറെ ചൂസ് ചെയ്യുക, കസ്റ്റമറുടെ ലൊക്കേഷൻ ഏത് ലൊക്കേഷനിലാണോ നമുക്ക് പ്രപ്പോസൽ കൊടുക്കേണ്ട അത് മാത്രം ചൂസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ സബ്മിറ്റ് പ്രപ്പോസൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ പ്രപ്പോസൽ ക്രിയേറ്റ് ആയി. ഇതായിരിക്കും ഒരു ഡീറ്റെയിൽസ് പേജിലോട്ട് വരുന്നത്. നമ്മുടെ പ്രൊജക്ട് സൈസ് ഉണ്ടാവും, ആർക്ക് വേണ്ടിയാണ് പ്രപ്പോസൽ ചെയ്തേക്കണേ, കസ്റ്റമറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്. നമുക്ക് ഇവിടുന്ന് പ്രപ്പോസൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നുള്ളത് പ്രൊജക്ട് കപ്പാസിറ്റി, പ്രൊജക്ട് ടൈപ്പ്, നമ്മൾ എന്താണ് പ്രപ്പോസൽ കൊടുത്താൽ അത് ഇവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. പിന്നെ പ്രൈസിങ് ഇൻഫോ അതും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത പ്രപ്പോസൽ ഇതാണ്. നമുക്ക് ഈ ഒരു ഇതിലായിരിക്കും, ഫോർമാറ്റിലായിരിക്കും പ്രപ്പോസൽസ് വരുന്നത്. പ്രൊജക്ട് സൈസ്, ആർക്ക് വേണ്ടിയാണ് പ്രപ്പോസ് ചെയ്തേക്കണേ, പിന്നെ നമ്മൾ പ്രപ്പോസൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. പ്രൊജക്ട് സൈറ്റ് സമ്മറി, സിസ്റ്റം കോസ്റ്റ്, സിസ്റ്റം കമ്പോണൻസ്, വാറണ്ടി ഡീറ്റെയിൽസ്, പിന്നെ പേയ്മെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസും. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് PDF കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ അപ്രൂവൽ ആണ്. അത് കസ്റ്റമർക്ക് വേണ്ടി സർവീസ് പ്രൊവൈഡർ തന്നെ നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. നമുക്കിപ്പോൾ സെയിം പ്രപ്പോസൽ തന്നെ എഗെയിൻ എഡിറ്റ് ചെയ്യാം. ഞാനിപ്പം 253001 ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം അതിലെനിക്ക് ചേഞ്ച് ചെയ്യാൻ, പ്രൈസിങ്ങിൽ എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ചേഞ്ച് ചെയ്യാം. കോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഒരു പുതിയ പ്രപ്പോസലായിട്ടായിരിക്കും 002 ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം കസ്റ്റമറിനെ സംബന്ധിച്ചോളം കസ്റ്റമർക്ക് ഏത് വേണേലും അപ്രൂവ് ചെയ്യാം. ചിലപ്പം ഫസ്റ്റ് ആയിരിക്കും കസ്റ്റമർക്ക് ആവശ്യമുള്ളത്, അത് ഏത് വേണേലും കസ്റ്റമറുടെ ചോയ്സ് ആയിട്ട് കസ്റ്റമറിന് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ആ ഒരു പ്രപ്പോസൽ അപ്രൂവ് ചെയ്യാണ്. കസ്റ്റമർക്ക് വേണ്ടി സർവീസ് പ്രൊവൈഡറിനും അപ്രൂവ് ചെയ്യാം. കസ്റ്റമർ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ പോർട്ടലിൽ കസ്റ്റമർക്ക് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ കസ്റ്റമർക്ക് വേണ്ടി സർവീസ് പ്രൊവൈഡർ സൈഡിൽ നിന്ന് തന്നെ അപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊജക്ട് സ്റ്റാറ്റസ് വരുന്നത് ഡിസ്കഷനിലായിരിക്കും. നെക്സ്റ്റ് അതിനൊരു പ്രൊജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്റ്റാറ്റസിന് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓൺഗോയിങ് എന്നൊരു സ്റ്റാറ്റസ് ഉണ്ട്, അത് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എഞ്ചിനീയറേയും ചൂസ് ചെയ്യാം. ലൈക്ക് ഒരു പ്രൊജക്ട് മാനേജറിനെ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ എഞ്ചിനീയേഴ്സ്, നമ്മൾ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന എഞ്ചിനീയേഴ്സിനെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. നമുക്ക് അതിൽ നിന്ന് നമ്മുടെ എഞ്ചിനീയറെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ സർവീസ് മാനേജറിനെ ചൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച വർക്ക് ഫ്ലോയും ചൂസ് ചെയ്യുന്നു. ഞാനിപ്പോൾ പ്രൊജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രൊജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മുതൽ ഓരോ ആക്ടിവിറ്റിയും ഒരു സിസ്റ്റം ലോഗിൽ ആഡ് ആവുന്നതാണ്. അപ്പം
ഫസ്റ്റ് ലോഗായിട്ട് പ്രപ്പോസൽ അസൈൻ ടു മാനേജർ എന്നാണ്. അപ്പോൾ ആ പ്രൊജക്ട് മാനേജർക്ക് അസൈൻ ആയിട്ടുണ്ട് ആ പ്രൊജക്റ്റ്. നെക്സ്റ്റ് ആ സർവീസ് മാനേജറുടെ പോർട്ടലിൽ കയറുവാണെങ്കിൽ അവർക്ക് പ്രൊജക്ട് പോർട്ടൽ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ടാവും. അതിൽ പ്രൊജക്ട്സിൽ വരുവാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കസ്റ്റമറുടെ പേര്, പ്രൊജക്റ്റിൻ്റെ ടൈപ്പ്, പ്രൊജക്ട് സൈസ്, പിന്നെ ഏത് ലൊക്കേഷനിലാണോ ഇൻസ്റ്റലേഷൻ വേണ്ടത് അത് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്പോസലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. പ്രൊപ്പോസൽ നെയിം, ലൊക്കേഷൻ, പിന്നെ പ്രൊജക്ട് സൈസ്, പ്രൊജക്ട് ടൈപ്പ്, മൗണ്ടിങ് ടൈപ്പ്, കറണ്ടുള്ള പ്രൊജക്ട് സ്റ്റാറ്റസ്, പിന്നെ കസ്റ്റമർ ഡീറ്റെയിൽസ്, കസ്റ്റമറുടെ ഫോൺ കാണാൻ പറ്റും, ഇമെയിൽ, ബില്ലിംഗ് അഡ്രസ്സ്, ഷിപ്പിംഗ് അഡ്രസ്സ്. ഓൾസോ പ്രൊപ്പോസലും ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ആണ് പ്രൊജക്ട് മൈൽ സ്റ്റോൺസ്. നമ്മൾ എങ്ങനെയാണോ വർക്ക് ഫ്ലോയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചങ്ങനെ ആ ഒരു സ്റ്റേജസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ ഞാൻ സോളാർ ബേസിക് എന്ന് പറഞ്ഞ വർക്ക് ഫ്ലോ ആണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് 2 സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ റിസീവിങ് അഡ്വാൻസ് ടോക്കൺ ആണ്. പിന്നെ രണ്ടാമത്തെ ഇൻസ്റ്റലേഷനും. നമുക്ക് ആ ഒരു മൈൽ സ്റ്റോൺ മറ്റ് എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു എംപ്ലോയിക്ക് അസൈൻ ചെയ്യുകയാണ്. ഡെമോ ഫീൽഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ എഞ്ചിനീയർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അസൈൻ ചെയ്യുമ്പം സ്റ്റാറ്റസ് മാറി, നോട്ട് സെറ്റഡ് ആയിരുന്നു, അത് മാറി അസൈൻഡ് ആവും. ആർക്കാണ് അസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ എംപ്ലോയിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും കാണാൻ പറ്റും. ഓൾസോ നമ്മുടെ ലോഗിലും ആഡ് ആവുന്നതാണ്. ഇപ്പോൾ കറന്റ് മൈൽ സ്റ്റോൺ ഏതാണോ മൈൽ സ്റ്റോൺ നെയിം അത് അസൈൻ ടു ആ എഞ്ചിനീയറുടെ പേരും അത് കാണാൻ പറ്റുന്നതാണ്. ഓരോ ആക്ടിവിറ്റിയും ആ ഒരു ലോഗിലോട്ട് ആഡ് ആവുന്നതാണ്. ഓക്കെ, ഇതിപ്പം ആ ഒരു എഞ്ചിനീയറുടെ പോർട്ടാണ്. ഞാനിപ്പം അഡ്വാൻസ് ടോക്കൺ എന്ന് പറഞ്ഞ ടാസ്ക് അസൈൻ ചെയ്ത എംപ്ലോയി ആണ്, എഞ്ചിനീയറാണ്. അയാൾക്കും ഇവിടെ ഒരു പ്രൊജക്ട് പോർട്ടൽ എന്ന് പറഞ്ഞ മെനു ഉണ്ടാവും. അതിൽ ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും ആ ഒരു ടാസ്ക് അസൈൻ ആയിട്ടുണ്ടാവുക. ഇവിടെ ഫസ്റ്റ് തന്നെ റിസീവിങ് അഡ്വാൻസ് ടോക്കൺ ആ ഒരു ടാസ്ക് ഇവിടെ അസൈൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രപ്പോസൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് പ്രപ്പോസൽസ് ഡൗൺലോഡ് ചെയ്യാം. കസ്റ്റമർ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ എങ്ങനെയാണോ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണേ ആ ഒരു ഫോം ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ് എമൗണ്ട് ആണ്. പേയ്മെന്റ് ഡേറ്റ്, പേയ്മെന്റ് മോഡ്, ഡ്യൂ ഡേറ്റ്, അസൈനി, ടാസ്ക്, സ്റ്റാറ്റസ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആ ഒരു മൈൽ സ്റ്റോണിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റസ് ആണ്. ഇതിൽ 2 സ്റ്റാറ്റസ് ആണുള്ളത്. ഇൻ പ്രോഗ്രസും ഇടാം, കംപ്ലീറ്റ് ഇടാം. കംപ്ലീറ്റ് ഇട്ടാൽ നെക്സ്റ്റ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഡിസേബിൾഡ് ആയിരിക്കും. ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ നമുക്ക് അഗൈൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം ഡയറക്റ്റ് കംപ്ലീറ്റ് ഇടുകയാണ്. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ അതും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയത്. ഇപ്പോൾ പിന്നെ എഗെയിൻ എഡിറ്റ് ചെയ്യാനൊന്നും ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ ലോഗിലും ആഡ് ആയിട്ടുണ്ടാവും ടാസ്ക് സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്. ഞാൻ അഗെയിൻ സർവീസ് മാനേജറിൽ ലോഗിൻ ചെയ്യുന്നു. അതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും. ആ ഒരു മൈൽ സ്റ്റോൺ അഗെയിൻ പിന്നെ റീ ഓപ്പൺ ചെയ്യാനായിരിക്കും ഓപ്ഷൻ. നമുക്കിപ്പോൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് റീ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ള റിപ്പോർട്ടാണ്, അതായത് ആ എഞ്ചിനീയർ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ആ ഒരു അഡ്വാൻസ് എമൗണ്ട്, പേയ്മെന്റ് ഡേറ്റ്, ഇതെല്ലാം എങ്ങനെയാണോ വർക്ക് ഡിഫൈൻ ചെയ്തത് അതായിരിക്കും എഞ്ചിനീയർക്ക് വരുന്നത്. ആ എഞ്ചിനീയർ എന്താണോ ഫില്ല് ചെയ്തത് അത് മൈൽ സ്റ്റോൺ റിപ്പോർട്ടിൽ കാണാൻ പറ്റുന്നതാണ്. ഞാനിപ്പം ഈ ഒരു ടാസ്കും സെയിം എഞ്ചിനീയർക്ക് അസൈൻ ചെയ്യുന്നു. എഞ്ചിനീയർ ലോഗിൻ ചെയ്തു. ആ ടാസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ ടാസ്ക് അസൈൻ ആയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഈ മൈൽ സ്റ്റോണിൽ ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റലേഷൻ ഡേറ്റ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്,
അസൈൻ ചെയ്യാനാണ്, ഡ്യൂ ഡേറ്റ് ഉണ്ട്, ടാസ്ക്, പിന്നെ സ്റ്റാറ്റസ് ആണുള്ളത്. ഈ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഈ കംപ്ലീറ്റ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അഗൈൻ പ്രൊജക്ട് മാനേജർ പോർട്ടലിൽ വരുന്നു. പ്രൊജക്ട്സ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഈ നമ്മുടെ 2 ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പം ഏതെങ്കിലും ഒരു ടാസ്ക് അഗൈൻ റീ ഓപ്പൺ ചെയ്യണമെങ്കിൽ റീ ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റീ ഓപ്പൺ എന്താണോ കറക്റ്റ് ചെയ്യേണ്ടത് അത് കൊടുത്ത് റീ ഓപ്പൺ ചെയ്യാവുന്നതാണ്. റീ ഓപ്പൺ ചെയ്ത സെയിം എഞ്ചിനീയർക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അതിനുശേഷം എംപ്ലോയിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നെക്സ്റ്റ് എല്ലാ ടാസ്കും എല്ലാം ആ മൈൽസ്റ്റോണിൽ എല്ലാതും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാർക്കാസ് പ്രൊജക്ട് കംപ്ലീറ്റഡ്. ഇതിൽ നമുക്ക് സോളാർ പ്ലാന്റിന്റെ ഒരു സീരിയൽ നമ്പർ ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ആ ഒരു പ്ലാന്റ് പീരിയോഡിക് മെയിൻ്റെനൻസ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എനേബിൾ പീരിയോഡിക് മെയിൻ്റെനൻസ് കൊടുക്കാം. പിന്നെ എത്ര ഡേയ്സിലാണ് പീരിയോഡിക് മെയിൻ്റെനൻസ് സെറ്റ് ചെയ്യേണ്ടത് ആ ഡേയും ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതും ആഡ് ചെയ്ത് വെക്കാം. ലൈക്ക് ഇൻവെർട്ടർ, അതിൻ്റെ സീരിയൽ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്ത് വെക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് വെക്കാം. അത് ഒരേ പ്രൊഡക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ സീരിയൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ സർവീസ് പ്രൊവൈഡറിൽ വന്ന് പ്രപ്പോസൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ലോഗ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എന്തൊക്കെ ആക്ടിവിറ്റിയാണോ നടന്നിട്ടുള്ളത് അതെല്ലാം കാണാൻ പറ്റുന്നതാണ്. ലൈക്ക് മാനേജർക്ക് അസൈൻ ആയത് മുതൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയവരെ ഉള്ള ആക്ടിവിറ്റി എല്ലാം ലോഗായിട്ടുണ്ട്. പിന്നെ ഒന്ന് പ്രൊജക്ട് പോർട്ടലിൽ വരുന്നത് അതിൻ്റെ ആ കസ്റ്റമറുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ്. ആ ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കസ്റ്റമർ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ് ഇതെല്ലാം കാണാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രപ്പോസൽസ് ആണ്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പ്രപ്പോസൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ആ ഒരു പ്രപ്പോസൽസ് തന്നെ മൾട്ടിപ്പിൾ വെർഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കാണാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ കസ്റ്റമറുടെ സൈഡാണ്. കസ്റ്റമറിൽ വന്നിട്ടുണ്ടാവും വരുമ്പോൾ ഇവിടെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ടാവും. അതിൽ തന്നെ മൈ പ്രൊജക്ട്സ് ഉണ്ട്. ഇവിടെ വരുമ്പം ആ ഒരു കസ്റ്റമർക്ക് കിട്ടിയ പ്രപ്പോസൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പ്രപ്പോസലാണ് ഇത്, ഈ 253002. അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിം എങ്ങനെയാണോ സെർച്ച് ബോർഡ് കണ്ട പോലെ തന്നെ ഇവിടെ ഉണ്ടാവും. ആ ഒരു പ്രപ്പോസൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പ്രൈസിങ് ഇൻഫോ ഇതെല്ലാം കാണാൻ പറ്റും.
പിന്നെ ആ ഒരു പ്രൊജക്ടിൻ്റെ സ്റ്റേജ് എല്ലാം ലൈവായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഓൾ ലോഗ്സ് നോക്കുകയാണെങ്കിൽ അഗെയിൻ അസൈൻ ആയത് മുതൽ കംപ്ലീറ്റ് ആയവരുള്ള കംപ്ലീറ്റ് ലോഗ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കസ്റ്റമർക്കും പ്രപ്പോസലിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതായിരിക്കും കസ്റ്റമർ വരുമ്പോൾ ഉള്ളത്. ഇത്രയാണ് CRMA വരുമ്പോൾ ഉള്ള കംപ്ലീറ്റ് ഫ്ലോ.